ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി. ഇതിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ. അതിന് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോസ്, അതായത് പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഓർഡർ, മോഡേൺ മെൻ്റലി പീരിയോഡിക് ടേബിളിലുള്ള ക്ലാസ്സുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ചാപ്റ്ററാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാതെ നമുക്ക് ഈ ചാപ്റ്ററിനേക്കൊരു എന്തെയില്ല കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടണമെന്നില്ല. അതുകൊണ്ട് എല്ലാ വീഡിയോസും കാണുക. അത് കൂടാതെ വീഡിയോസ് വീണ്ടും വീണ്ടും കാണണം. കാരണം ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. മാത്രമല്ല ക്ലാസ്സുകൾ റെഗുലറായിട്ട് നമുക്ക് എടുക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓൺലൈൻ ക്ലാസ്സുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ക്ലാസ് എടുക്കാം. പക്ഷേ റെഗുലർ ക്ലാസ്സുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കാം. പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ വീഡിയോൻ്റെ സൈസ് വളരെ കൂടും. അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് വീഡിയോസ് കണ്ട് തന്നെ വീണ്ടും കണ്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മോഡേൺ പീരിയോഡിക് ലോ ആണ്. ഓക്കെ, ഈ മോഡേൺ പീരിയോഡിക് ലോയുടെ അടിസ്ഥാനത്തിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, in 1869 the Mendeleev was framing the periodic table. There was no clear idea formed about the fundamental particles or the structure of atom. അന്ന് 1869 മെൻ്റലി പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈ എലമെൻറ്റുകളുടെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ചും ആറ്റത്തിനെ കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം, ഒരു ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതിനൊക്കെ ഏറ്റവും ചെറിയ ഇതെന്ന് പറഞ്ഞാൽ ആറ്റമാണ്. ഇൻഡിവിസിബിളാണ് പറയുന്നതെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാം, അല്ലേ? ആറ്റം ഉണ്ട്. അതിനെയും ഡിവൈഡ് ചെയ്താൽ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഈ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ എന്ന സബ്സ്റ്റൻസുകളുണ്ട്. അതിന് നമുക്ക് കോർക്ക്, അങ്ങനെ പലതുമായിട്ട് കളർ കോഡുകൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ വരെ നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനെയും ചെറുതായിട്ടുള്ള വസ്തുക്കളെ തിയറിറ്റിക്കലായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും അതുവരെ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് വേറെ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും പോലുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ചോ അതുപോലെ സ്ട്രക്ചർ, ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചോ അന്നത്തെ കാലത്ത് മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിൽ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അറിവുണ്ടായിരുന്നില്ല, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻക്രീസിങ് ഓർഡറിൽ ഒരു പീരിയോഡിക് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഒരു ടേബിളിൻ്റെ രീതിയിൽ എലമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തു. അതാണ് മെൻ്റലി പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കണം എന്നൊരു ഐഡിയ കിട്ടിയത്. പീരിയോഡിക് ടേബിൾ എന്താ പ്രത്യേകത എന്താണ്? നമുക്ക് എളുപ്പത്തിൽ ഒരു ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ്, എലമെൻറ്റുകളെല്ലാം നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്കൊരു ടേബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിന് ശേഷം മോസ്ലി എന്ന സയൻറ്റിസ്റ്റ് എക്സ്റേ ഡിഫ്രാക്ഷൻസ് എക്സ്പെരിമെൻറ്റിലൂടെ ആറ്റത്തിൻ്റെ സീരിയൽ നമ്പേഴ്സ് ഓഫ് ദി എലമെൻറ്റ് ഡിറ്റൈൻ ചെയ്തു. ഗിവ് സീരിയൽ നമ്പർ ടു ദ എലമെൻറ്റുകൾക്ക് സീരിയൽ നമ്പർ കൊടുത്തു. ഇറ്റ് വാസ് കോൾഡ് ആറ്റോമിക് നമ്പർ. ഇതിനെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. എക്സ്റേ കണ്ടുപിടിച്ചിരിക്കുന്നത് റോഡ്ജനാണ്. എന്നാൽ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിലൂടെ മോസ്ലി എന്ന സയൻറ്റിസ്റ്റ് കണ്ടെത്തി? ഈ ആറ്റത്തിൻ്റെ എലമെൻറ്റുകൾക്ക് ഓരോന്നിനും സീരിയൽ നമ്പേഴ്സ് കണ്ടെത്തി. എലമെൻറ്റുകൾക്ക് സീരിയൽ നമ്പേഴ്സ് കണ്ടെത്തി. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേരില്ലേ? അതുപോലെ നമുക്കിവിടെ ബാർകോഡുകളുണ്ട്, അല്ലേ? ഓരോന്നിനും ബാർകോഡുകൾ നിങ്ങളിപ്പോൾ അറിയാത്തതല്ലോ. ഇപ്പം കൂടുതലായിട്ടും നമ്മളെ ഓരോ എലമെൻറ്റുകൾക്ക് ഓരോ ഇതിലും ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു പൈസയൊക്കെ സെൻഡ് ചെയ്യണമെങ്കിലൊക്കെ ബാർകോഡിലൂടെയും സ്കാൻ ചെയ്തിട്ടൊക്കെ എടുക്കുന്ന പല സംവിധാനങ്ങൾ കണ്ടിട്ടില്ലേ? അതിലൊക്കെ ഓരോന്നിനും പ്രത്യേക നമ്പറുകളിൽ ക്രമീകരിച്ചിട്ടുണ്ടാകും. ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സ്കാൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിലേക്ക് പൈസ ഇടണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ
UPI ഇതിലേക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ഒരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബാർകോഡ് നമ്പർ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് നിങ്ങൾ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇവിടെ ഈ എലമെൻറ്റുകൾക്ക് എന്താണ് എലമെൻറ്റിൽ എന്ത് ചെയ്തു, എക്സ്റേ ഡിഫറൻഷ്യലിലൂടെ എലമെൻറ്റുകളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനടിസ്ഥാനമാക്കി എലമെൻറ്റിന് ഒരു സീരിയൽ നമ്പർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അദ്ദേഹം ചെയ്തു. അങ്ങനെ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. അതിനെ ആറ്റോമിക് നമ്പർ, ഓരോ നമ്പർ ആറ്റത്തിന് ഓരോ നമ്പർ കൊടുത്തു. ഓക്കെ, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ആറ്റോമിക് ബേസ്ഡ് ഓൺ ദിസ് പീരിയോഡിക് ലോ വാസ് ഫോംഡ്. ഈ ആറ്റോമിക് നമ്പറിൻ്റെ ഈ ഇതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പീരിയോഡിക് ലോ എന്ത് ചെയ്തത്, പീരിയോഡിക് ലോ മോഡിഫൈഡ് ചെയ്തത്. അപ്പോൾ പീരിയോഡിക് ലോ മറ്റേ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോ ഉണ്ടായിരുന്നു, എന്നാലും എന്ത് ചെയ്തത്, മോഡേൺ പീരിയോഡിക് ലോ എന്ത് ചെയ്തത്, മോഡിഫൈ ചെയ്തത് ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. മെൻഡലീഫിൻ്റെ കേസിൽ ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇവിടെ ആറ്റോമിക് നമ്പറാണ്, അത് ശ്രദ്ധിക്കണം. മെൻഡലീഫ് ആറ്റോമിക് മാസ്. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിൾ ആറ്റോമിക് നമ്പറാണ്. ഓക്കെ, ഇനി എന്താണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് periodic the chemical and physical properties of elements are periodic functions of their atomic numbers. എന്താ പറയുന്നത്, ഈ എലമെൻറ്റുകളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്, പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിൻ്റെ ഒരു പീരിയോഡിക് ഫങ്ഷൻസാണ്. അത് ഒരു പീരിയോഡിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അത് ഒരു ഓർഡറിൽ അടിസ്ഥാനമാക്കിയതാണ്. അഥവാ ആറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ ആണ് എന്ത് ചെയ്യുന്നത്, അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ ആണ് എന്ത് ചെയ്യുന്നത്, എലമെൻറ്റുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അടിസ്ഥാനമാക്കിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്കൊരു മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഗ്രൂപ്പുകളും അതുപോലെ പീരിയോഡുകളും നേരത്തെ പഠിച്ചു കഴിഞ്ഞല്ലോ, എന്നാലും ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ കാണുന്ന ഇങ്ങനെയുള്ള ഇതാണ് ഡൗൺവേർഡ് ആയിട്ടുള്ള ഇതിനെ പറയുന്ന പേരെന്താണ്, ഗ്രൂപ്പുകൾ. ഇതൊക്കെ ഗ്രൂപ്പുകൾ പെടുന്നതാണ്. അതുപോലെ ഇങ്ങനെ ഇതായിട്ട് വല്ല ഇങ്ങനെയുള്ള വെർട്ടിക്കലായിട്ടുള്ള ഇതിനെ പറയുന്ന പേരാണ് നമ്മുടെ പീരിയോഡുകൾ. ഓക്കെ, ക്ലിയർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുകൊണ്ടാണ് ഗ്രൂപ്പുകളും പീരിയോഡുകളും ഒന്നും കൂടി പറയാത്തത്. ഗ്രൂപ്പുകൾ എന്താണ്, ഇങ്ങനെയുള്ളതാണ് ഗ്രൂപ്പുകൾ. അതുപോലെ ഇത് എന്താണ്, പീരിയോഡുകൾ. ക്ലിയർ? എത്ര ഗ്രൂപ്പുകളുണ്ട്, എത്ര പീരിയോഡുകളുണ്ട് നോക്കാം. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ നോക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ടോട്ടൽ നമ്പർ ഓഫ് പീരിയോഡ്സ് എത്ര ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പീരിയോഡ്സ് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പീരിയോഡ്സ് എത്ര ഉണ്ട് നോക്കാം. നമുക്കിവിടുന്ന് എണ്ണി നോക്കുകയാണ്. ആദ്യത്തെ പീരിയോഡുകളാണ്. പീരിയോഡുകൾ ഇങ്ങനെ 1 2 3 4 5 6 7 അപ്പോൾ എത്ര പീരിയോഡുകളുണ്ട്, 7 പീരിയോഡുകളുണ്ട്. ഓക്കെ, 7 പീരിയോഡുകൾ. ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടതാണ്. നമുക്ക് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളോ അതും ഒന്നും അതിലെ കാര്യങ്ങളൊന്നും ഒരു മനസ്സിലാക്കി വെച്ചെങ്കിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പഠിക്കേണ്ടത്. അത് മെൻ്റലി പീരിയോഡിക് അതിൻ്റെ എന്തൊക്കെയാണ് ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കാം. പക്ഷേ പീരിയോഡിക് ടേബിൾ എന്ന കറക്റ്റിൽ ഉള്ളിൽ പഠിക്കേണ്ടത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളാണ്. കാരണം ഇനി അങ്ങോട്ടുള്ളതൊക്കെ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം എത്ര പീരിയോഡുകളുണ്ട്, 7 പീരിയോഡുകൾ. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര പീരിയോഡുകളുണ്ട്, 7 പീരിയോഡുകൾ. അപ്പോൾ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാവും നോക്കണേ. ഇനി ക്വസ്റ്റ്യൻസ് അടുത്തെന്താണ്, എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാവും നോക്കണം. എത്ര ഗ്രൂപ്പാണ്, 1 2 പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള 10 എണ്ണം, ഇങ്ങനെ 10 എണ്ണം ഉണ്ടാവും. ഓക്കെ, 3 4 5 6 7 8 9 10
10ഉം 12 അല്ലേ, മൊത്തം 12 ആയില്ലേ. 13, 14, 15, 16, 17, 18. ഓക്കെ, 18 മൊത്തം എണ്ണായി അല്ലേ. മൊത്തം 18 ഗ്രൂപ്പുകളുണ്ട്. 18 ഗ്രൂപ്പുകളുണ്ട്. ക്ലിയർ? നമുക്ക് 18 ഗ്രൂപ്പുകളുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പുകൾ 18 എണ്ണം. ഇനി ഈ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആൽക്കലി മെറ്റൽ മറ്റതൊക്കെ പറയാനുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താ നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ദ ഷോർട്ടസ്റ്റ് പീരിയഡ് എത്ര ഉണ്ട്? ഷോർട്ടസ്റ്റ് പീരീഡ് ഇതിലേതിലാണ്? പീരിയഡുകളാണ്. ഷോർട്ടസ്റ്റ് പീരീഡ് അതാണെന്ന് ചോദിക്കുന്നത്. എത്രയും ഷോർട്ടസ്റ്റ് പീരീഡ് എലമെൻറ്റുകളുടെ എണ്ണം കുറവ് എവിടെയാണ് നിൽക്കുന്നത് നോക്കാവേ. ഇവിടെയൊക്കെ എത്ര ഉണ്ട്? ഇവിടെ എത്ര ഉണ്ട്? 10 എണ്ണം. ഇവിടെ എത്ര ഉണ്ട്? 18 എണ്ണം എലമെൻറ്റുകൾ. ഒരൊറ്റ പീരിയഡിൽ 18 എലമെൻറ്റുകൾ എന്താണ് കിടക്കുന്നുണ്ട്. ഇവിടത്തെ എത്ര എണ്ണം ഉണ്ട്? ആകെ 2 എണ്ണം അല്ലേ. ഇവിടെ എത്ര ഉണ്ട്? 8 അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. 8. അപ്പം ബാക്കിയൊക്കെ ഇവിടെയൊക്കെ 18 തന്നെയാണ്. 18, 8, 2. അപ്പോൾ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പീരീഡാണ് അല്ലേ. ഫസ്റ്റ് പീരീഡിൽ എന്താണ്? ഫസ്റ്റ് പീരീഡിൽ നോക്കുക, 2 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പീരീഡാണ്. ക്ലിയർ? ഇനി അടുത്തെന്താ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ തേർഡ് പീരീഡ്. തേർഡ് എത്രയും വേണം എടുക്കുക. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് പീരീഡിൽ എത്രയാണ്? 8. സെക്കൻഡ് പീരീഡിൽ എത്രയാണ്? 8 അല്ലേ. ഒന്ന് എണ്ണി നോക്കിയാൽ കിട്ടുന്നതാണ്. 1, 2, 3, 4, 5, 6, 7, 8. ഇനി തേർഡ് പീരീഡിൻ്റെ കേസിലോ 1, 2, 3, 4, 5, 6, 7, 8. നമുക്ക് ചോദിച്ചത് തേർഡ് പീരീഡിൽ എത്രയാണ്. അതുപോലെ സെക്കൻഡ് പീരീഡിലും തേർഡ് പീരീഡിലും എത്രയാണുള്ളത്? 8 എലമെൻറ്റുകൾ. ഓക്കെ, ഇനി അവിടുന്ന് കഴിഞ്ഞിട്ട് എത്ര പീരീഡ്? 7 പീരീഡ് അല്ലേ ഉള്ളത് അല്ലേ. അതായത് 3ാമത്തെ പീരീഡ് മുതൽ 7ാമത്തെ പീരീഡ് വരെ. അതായത് 3ാമത്തെ പീരീഡ് മുതൽ ഇവിടെ മുതൽ എവിടെ 7ാമത്തെ പീരീഡ് വരെ, 3ാമത്തെ പീരീഡ് മുതൽ 7ാമത്തെ പീരീഡ് വരെ എത്ര എണ്ണം ഉണ്ടാവും? 18 എണ്ണം എലമെൻറ്റുകളാണ്. ഓക്കെ, ഇനി എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ തേർഡ് പീരീഡ് എത്രയാണ്? 8 എണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് എത്ര പീരീഡുകളുണ്ട്? ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡ്? ടോട്ടൽ നമ്പർ ഓഫ് പീരിയോഡ്സ് എത്രയാണ്? 7 എണ്ണം. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്രയാണ്? 18 എണ്ണം. ഓക്കെ, ക്ലിയർ? ഗ്രൂപ്പുകളും പീരീഡുകളും ഒന്നുകൂടി അറിയാവുന്നതല്ലേ. നിങ്ങളൊന്നുകൂടി പറയാണ് എങ്ങനെയാണ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ, ഇതന്നെയാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളത് എന്താണ്? പീരിയോഡുകൾ. ഓക്കെ, അപ്പം മോഡേൺ പീരിയോഡിക് ടേബിളിലെ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്? ആറ്റോമിക് നമ്പർ. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിലാണ് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇൻക്രീസിങ് ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്? ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, ഇൻക്രീസിങ് ഓർഡറിൽ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് പഠിക്കാം. ക്ലിയർ? അപ്പം ഓർത്ത് വെക്കണം. ടോട്ടൽ നമ്പർ ഓഫ് പീരിയോഡ്സ് 7, ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 18 മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ അങ്ങനത്തെ ഓരോന്ന് ഓർത്ത് വെക്കണം. ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പീരീഡാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയും കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പൊസിഷൻ ഇൻ പീരിയോഡിക് ടേബിൾസ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.